അങ്ങനെ നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു ക്രിസ്മസ് രാവും കൂടി. പാതിര കുർബാനയ്ക്ക് വേണ്ടി ഇതേ പള്ളിയിലൊക്കെ പോയി. പള്ളി നിറയെ ആളുകളാണ് കേട്ടോ. അപ്പോൾ അതാ പള്ളിയിലെ വലിയ നക്ഷത്രം കണ്ടോ. അപ്പം അങ്ങനെ പള്ളിയിൽ പോയി കുർബാനയിലെല്ലാം പങ്കെടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. ഇത്തവണത്തെ ക്രിസ്മസിന് ഞങ്ങൾ ചെറിയ രീതിയിലാണ് കേട്ടോ. അപ്പോൾ സോനയുടെയും ദിയമോളുടെയും കരവിരുതാണ് ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയൊരു കുഞ്ഞു പുൽക്കൂടും ക്രിസ്മസ് ട്രീ കണ്ടു കഴിഞ്ഞാൽ അതിനേറെ പ്രത്യേകതയാണ്. ഇത് നോക്കിക്കേ, ഞങ്ങൾ വോൾ ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ ഇതാ ഞങ്ങളുടെ കുഞ്ഞൊരു സ്റ്റാറും. അങ്ങനെ പള്ളിയെല്ലാം കഴിഞ്ഞ് വന്നു. സാധാരണ പോലെ തന്നെ ഒരു കുഞ്ഞൊരു കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കട്ട് ചെയ്തു. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ കേക്ക് സ്പോൺസർ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്താണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സുഹൃത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ കേക്ക് കഴിക്കലും ഒരു കുഞ്ഞ് ഗ്ലാസ്സിലൊരു ഇത്തിരിക്കോളം വൈന്. ഇത്തവണ ഞങ്ങൾ വൈനിട്ടില്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ഇങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ വലിയ ആഘോഷങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എല്ലാ തവണത്തെയും ഓർമ്മപ്പെടുത്തൽ പോലെ തന്നെ കേക്കും വൈനൊക്കെ കഴിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞുവാവയും കൂടി ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. ആ കുഞ്ഞുവാവയും കൂടി കൊടുത്തില്ലെങ്കിൽ ഇതൊരു പൂർണ്ണതയാവില്ല. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുവാവ. ആ പോകി കുട്ടിക്ക് കൂടി കേക്കൊക്കെ കൊടുത്തു. അവളുടെ കഴിക്കലൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഈവ് ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.